നമസ്കാരം. ഞാൻ അരൂർ മധുസൂദന പണിക്കർ, ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടായി സന്താനങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ ആ നിലയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സുകൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. മാതാവിൻ്റെയും പിതാവിൻ്റെയും പരിചരണത്തിൽ വളരേണ്ട പ്രായത്തിൽ മാതാവിനെയും പിതാവിനെയും വിട്ട് ഹോസ്റ്റലിലും മറ്റും ജീവിക്കുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങളുടെ കഥയാണ് നമുക്കിന്ന് ഓർക്കേണ്ടത്. അവർ നാളത്തെ നല്ല പൗരന്മാരായി വളരണം. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹലാലനോടെ അവർ വളരണം. പക്ഷേ ഇന്ന് ഒരു 98% കുഞ്ഞുങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും ലാലന കേൾക്കാതെ അല്ലെങ്കിൽ ലാലന കിട്ടാതെ അവരൊക്കെ ഒരുപാട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആ വേർപെരിയൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് ഒരു വലിയ വിപത്തിനെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ ശിശുക്കൾ വളർന്നു വലുതായുമ്പോൾ അച്ഛനും അമ്മയും എന്നെ വളർത്തിയില്ല, എന്നെ അനാഥമാക്കി കളഞ്ഞു എന്നുള്ള വൈരാഗ്യം അവരിലേക്ക് തുറന്നു വരികയാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു കൊടുക്കണം, അച്ഛനെ കണ്ട് പഠിക്കണം, അച്ഛൻ പറഞ്ഞു കൊടുക്കണം, അമ്മയെ കണ്ട് പഠിക്കണമെന്ന്. ഈ 2 പഠനങ്ങളുമാണ് ഒരു നല്ല ഗുരുവിലേക്ക് അവനെ നയിക്കുവാൻ കാരണമായിത്തീരുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ അനാഥത്വം മാറി എല്ലാവരും നാഥന്മാരായിട്ട് ജീവിക്കും. ഒരുപാട് അനാഥമുള്ള കുട്ടികളുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആ അനാഥമുള്ള കുട്ടികളുടെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിഷ്കളങ്ക ഭാവം കാണാം. അവർക്ക് സ്നേഹമെന്ത്, അച്ഛൻ്റെ സ്നേഹമെന്ത്, അമ്മയുടെ സ്നേഹമെന്തെന്ന് അറിയാത്ത അനാഥാലയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ആയമാരും അമ്മമാരൊക്കെ അവരെ പരിചരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ സ്വന്തം മാതാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന അല്ലെങ്കിൽ സ്വന്തം പിതാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആ കുട്ടികളുടെ മനസ്സ് ഒരു നിമിഷമെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നമ്മളും ഒരു അനാഥരായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന സമയം നമ്മൾ എത്ര കഷ്ടപ്പെടുമായിരുന്നു. അനാഥത്വം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു മെൻ്റലി ആ വ്യക്തിക്ക്, ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതായിരിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഓരോ കുഞ്ഞുങ്ങളും ഈ ഭാരതത്തിൻ്റെ വലിയ ഉയരങ്ങളിൽ എത്തേണ്ടതാണ്, അവരെ ഉയർത്തിപ്പിടിക്കേണ്ടതാണെന്നുള്ള ബോധം നമ്മൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. സമൂഹത്തിൽ ഇന്ന് ഒരുപാട് വിഷയങ്ങൾ നടക്കുമ്പോഴും അനാഥത്തെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നതല്ല, അനാഥരില്ലാതാക്കുന്നതാണ് നമ്മുടെ കർത്തവ്യബോധമെന്ന മനസ്സ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സങ്കോചത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.